നമസ്കാരം. ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ ഒരു മഞ്ഞ വസന്തം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഈ കാണുന്ന ചെടി കണ്ടില്ലേ, നല്ല മതിലുകളിലും ഇതുപോലുള്ള ഫ്രണ്ടേജിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സൈസ് ചെടിയാണ്. ഇതിന്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാറ്റ്സ് ക്ലോ എന്നാണ് കേട്ടോ. പൂച്ചകളുടെ കൂട്ടുള്ള ഈ നഖത്തിന്റെ കൂട്ടുള്ള പാടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇതിനെ ക്യാറ്റ്സ് ക്ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. ഈ മഞ്ഞ കോളാമ്പി പോലുള്ള ഒരു പൂവാണ് ഇത്. കണ്ടോ, നല്ല മനോഹരമായ രീതിയിൽ അത് രാവിലെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മൊത്തം വണ്ടുകളും ചെറിയ ഇതുണ്ടല്ലോ, ഈ പൂമ്പാറ്റകളും ഒക്കെ വന്ന് തേൻ കുടിക്കുന്നതൊക്കെ മനോഹരമായ കാഴ്ചയാണ്. ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊട്ടാരക്കര നമ്മുടെ KNS ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ സലീവേട്ടൻ്റെ വീട്ടിലാണ്, റിയാസ് അഹമ്മദ് ചേട്ടൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കവാടത്തിൽ നിറയെ പൂക്കളാണ്, മഞ്ഞ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന ആ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. മനോഹരമാണ്. ഇത് ഇവിടെ മാത്രം ഫ്രണ്ട് ബെഞ്ച് മാത്രമല്ല, ചുറ്റുമുണ്ട് കേട്ടോ. ഇതൊക്കെ നടന്നവർ പ്രത്യേകം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും ഈ ഒരു മഞ്ഞ വസന്തം ആസ്വദിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഞാൻ മോളവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതായത് വീടിൻ്റെ പാല് കാച്ച സമയത്ത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇത്രയും പൂക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം മഞ്ഞ് കൂടുതലുള്ളതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും പൂക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എന്റെ വെട്ടികളെ അല്ലെങ്കിൽ പങ്കുവരെ എത്തിയാനേ. വീട് മൊത്തം മഞ്ഞ് കായാനെ. വെട്ടി ഒതുക്കി വെക്കിടും. അങ്ങോട്ട് വിട്ടിരുന്നതാ, അതെല്ലാം കട്ട് ചെയ്ത് കളയും. അല്ല, ഇത് അങ്ങോട്ട് പോകുമ്പോ കാണാൻ രസമില്ലേ, മൊത്തത്തിൽ മഞ്ഞായിട്ടാണ് ഇതിനെക്കാട്ടിൽ ഭംഗിയല്ലേ. ഇല്ലെങ്കിൽ പോയിക്കോളും. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ എത്ര ദിവസം വരെ നിൽക്കുമായിരിക്കും? ഇതൊരു ദിവസം അത്രേ ഉള്ളൂ ആയുസ്. 1-2 ദിവസം അത്രേ ഉള്ളൂ, കൊഴിഞ്ഞു പോകും.